നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് കിരണും കല്യാണിയും കൂടെ കിടക്കാനായിട്ട് മുറിയിലേക്ക് പോവാ. ആ സമയത്ത് കല്യാണി കിരണിനോട് പറഞ്ഞത്, അതെ, ബൈജുവിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ? കുറച്ച് ദിവസമായി അവരതിനെക്കുറിച്ച് ആലോചിക്കണേ. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അത് വേണം. ബൈജുവിനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അല്ലെങ്കിലും കല്യാണപ്രായമൊക്കെ ആയി. ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത പോലെയുള്ള നടപ്പാ. അതൊക്കെ ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതിയാവും. അത് കേട്ടതും കിരൺ പറഞ്ഞു, അല്ല അതിനിപ്പോ പെണ്ണ് വേണ്ടേ അത്ര ഇടപെടിയുന്ന? കാരണം ഇപ്പൊ ബൈജു ഒരു ഫ്രീ ബേർഡ് ആയിട്ട് നടക്കുക. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വന്ന ഒരു കാരണവശാലും അവരുടെ ബന്ധം താരാൻ പാടില്ല. ബൈജുവായിട്ട് ഒത്തുപോകുന്ന ഒരു പെൺകുട്ടി വേണം വരാനായിട്ട്. ബൈജുവിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ബൈജുവിനോടൊപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടി വേണം. ബൈജുവിന്റെ സ്വഭാവം അറിയാലോ, ഭയങ്കര പാവാ ബൈജു. ആരും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവ. അപ്പം അങ്ങനെയുള്ള ബൈജുവിന് നല്ലൊരു പെൺകുട്ടി തന്നെ വേണം വരാൻ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നാമത്തെ കാര്യം അറിയാലോ, ബൈജുനത്താൻ പ്രായമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യ കല്യാണമുള്ള പെൺകുട്ടികളൊന്നും വരുമെന്ന് തോന്നുന്നില്ല. ബൈജുവിന്റെ പ്രായം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് നമുക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് ബൈജുവിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതാരാ കല്യാണി? അത് വേറെ ആരുമല്ല, നിഷ. നിഷയോ? അതെ, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ മനോഹരമായിട്ട്. ഞാൻ നോക്കിയിട്ട് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാലും കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. അത് മാത്രമല്ല നല്ല പെൺകുട്ടിയാണ് നിഷ. ഇത്ര നല്ലൊരു ബന്ധം എന്താണെങ്കിലും ഇനിയിപ്പോ നിഷയ്ക്കാണെങ്കിലും കിട്ടാൻ പോകുന്നില്ല. ബൈജുവിനെ പോലെയുള്ള ബൈജുവിന്റെ സ്വഭാവം നല്ല. ബൈജുവിന് എന്തായാലും ചേരും. അല്ലാതെ ഇനിയിപ്പോ ബൈജുവിന് വേറെ ആലോചിച്ചാലും നല്ലൊരു ബന്ധം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈജുവിന്റെ പോരായ്മകളും അല്ലെങ്കിൽ നിഷയുടെ പോരായ്മകളും എല്ലാം അറിഞ്ഞിട്ട് ബൈജുവിനാണെങ്കിലും കൂടെ ജീവിക്കാനായിട്ട് ഒരു കുഴപ്പവും കാണത്തില്ല. രണ്ടുപേരും കൂടെ ഒത്തുപോയിക്കോളും. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അല്ല ബൈജുവിന് അതിന് വല്ല താല്പര്യക്കുറവും കാണുമോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈജുവിനോട് തന്നെ പറഞ്ഞു നോക്കാം, ചോദിച്ചു നോക്കാം ഇഷ്ടമാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ബന്ധം കൂടെ ഉറപ്പിക്കാം. ആ നല്ല കാര്യമില്ലേ? അതെ, അത് നല്ല കാര്യമാണ്. ആ സമയത്ത് ബൈജു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ബൈജു മുറിയിലേക്ക് വന്നിട്ട് സ്വപ്നലോകത്താ. രാത്രിയിൽ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റെഫിയെ വിളിക്കുകയാണ്. സ്റ്റെഫിയെ വിളിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചാ ബൈജു കിടന്നുറങ്ങണേ. പിറ്റേ ദിവസം കാണാന്നൊക്കെ പറയുന്നുണ്ട്. ബൈജുവിന്റെ മനസ്സിൽ സ്റ്റെഫി അങ്ങനെ കയറി കൂടി. ചതിക്കാനുള്ളതൊന്നും ബൈജുവിന് അറിയില്ലോ. അവന്റെ വിചാരം തന്നെ ഇഷ്ടപ്പെട്ട് തന്റെ കൂടെ വന്ന പെണ്ണ്, അത്രേ ബൈജുവിന്റെ മനസ്സിലും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ബൈജു സ്റ്റെഫിയെ വിളിച്ചു. സ്റ്റെഫിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യം കേട്ട് എന്നെ വഴക്ക് പറയില്ലെന്ന് ഉറപ്പ് പറ. അത് ഞാൻ എന്തിനാ വഴക്ക് പറയണേ? അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ സ്റ്റെഫിയുടെ വീട്ടിലേക്ക് വരട്ടെ. വീട്ടിലേക്കോ? അതെന്തിനാ? ഓ, ഇത്ര വലിയ ബുദ്ധിയുള്ള ആൾക്ക് ഞാൻ എന്തിനാ വരുന്നതെന്ന് മനസ്സിലായില്ല. അല്ല ബൈജു, എന്തിനാന്ന് മനസ്സിലായില്ല. അത് പിന്നെ വേറൊന്നിനും അല്ല, സ്റ്റെഫിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട്. സ്റ്റെഫി ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇമാതിരി ചരടുവലികളെല്ലാം നടത്തിയത്. എങ്ങനെ ബൈജുവിനെ തന്നെ വരുതിക്ക് കൊണ്ടുവരണം. അവനെ വെച്ച് കല്യാണം കിരണിനെ തകർക്കണം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബൈജുവിനെ അങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കുകയോ ചെയ്ത സ്റ്റെഫി. താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ തന്റെ കോർട്ടിൽ പന്ത് വന്നു. ആ ഒരു ചിന്തയായിരുന്നു സ്റ്റെഫിയുടെ മനസ്സിൽ. സ്റ്റെഫി പിന്നീട് പറഞ്ഞു, അല്ല അത് പിന്നെ ബൈജുവിന്റെ വീട്ടുകാരൊക്കെ സമ്മതിക്കോ? അതെ, തൽക്കാലത്തേക്ക് ഞാൻ കിരണിനും കല്യാണി ഒക്കെ കൂട്ടി വരാം പെണ്ണ് കാണാനായിട്ട്. അപ്പൊ അവർക്കൂടെ ഇഷ്ടപ്പെടണ്ടേ? അവരും വന്ന് കാണട്ടെ. സ്റ്റെഫി ആര് കണ്ടാലും ഇഷ്ടപ്പെടും. എനിക്ക് ചേർന്ന പെൺകുട്ടിയാന്ന് അവർ ഉറപ്പായിട്ടും പറയും. അത് കേട്ടതും സ്റ്റെഫി പറഞ്ഞു, അങ്ങനെയാണെ പോരെ. അല്ല ഒരു കാര്യം ചെയ്യാം, സ്റ്റെഫിയുടെ വീട്ടിലേക്കുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടാരെ. നാളെ തന്നെ ഞങ്ങൾ പെണ്ണ് കാണാൻ വരാം. സ്റ്റെഫി പറഞ്ഞു, അല്ല അവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കുമോ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്നേ. എന്റെ ഇഷ്ടമല്ല അവരുടെ ഇഷ്ടം. അതുകൊണ്ട് ആ കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ കോള് കട്ട് ചെയ്ത ഉടനെ സ്റ്റെഫിക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. കാരണം താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നീട് സ്റ്റെഫി ഗംഗാപ്രസാദിനെ കാണാൻ ചെല്ലുവാണ്. ഗംഗാപ്രസാദിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയാണ്. അവൻ പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും ഗംഗാപ്രസാദ് പറഞ്ഞു, അങ്ങനെ വരുവാണെങ്കിൽ അവിടെ വെച്ച് ആ കിരണിന്റെ കാര്യം അങ്ങോട്ട് തീർത്തേക്കണം. സ്റ്റെഫി ചോദിച്ചു, അല്ല ഗംഗാപ്രസാദിന്റെ മനസ്സിലെന്താ? പിന്നീട് തന്റെ മനസ്സിലുള്ള ഐഡിയകൾ പറഞ്ഞു കൊടുക്കണം. കിരണും കല്യാണം ഉറപ്പായിട്ടും വരും. അങ്ങനെ വരുവാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. അറിയാലോ, നമ്മുടെ ആൾക്കാരെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് നിർത്തിയാരെ. അവിടെ വെച്ച് തന്നെ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞാരെ. അവൻ ഇനി ഒരു കാരണവശാലും ഒരു ദിവസം പോലും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. നാളെങ്കിൽ നാളെ അവന്റെ കാര്യം തീർന്നാൽ പിന്നെ ബാക്കിയുള്ളവരുടെ ചിറ കുടിഞ്ഞു. ബാക്കിയുള്ളവരെ തീർക്കാനായിട്ട് കൂടുതൽ എളുപ്പം. അത് കേട്ടപ്പോൾ സ്റ്റെഫി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ ആക്കാം ഗംഗെ. ഇനി ഗംഗ വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഗംഗയോട് വാക്കുറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ. ആ സമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്.
കിരണും കല്യാണി. അപ്പോഴേക്കും ബൈജു അങ്ങോട്ടേക്ക് വന്നു. ബൈജുവിന്റെ മുഖത്ത് പഴയതുപോലെയല്ല, ഭയങ്കര സന്തോഷം കാര്യങ്ങളും. സ്റ്റെഫി വിളിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ബൈജു വന്നിരുന്ന് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു, എന്താ ബൈജു, മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. ഏയ് ഒന്നുമില്ല കല്യാണി, അതൊന്നുമല്ല, എന്തോ ഉണ്ട്. അങ്ങനൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ട് ഞങ്ങളോട് പറ, എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? എന്ത് ചുറ്റിക്കളി എന്നൊക്കെ ബൈജു പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈജുവിന്റെ കല്യാണം അങ്ങ് നടത്തിയേക്കാം, അല്ലേ കല്യാണി? കല്യാണോ? അതെ. എന്താ കല്യാണം എന്ന് കേട്ടിട്ടില്ലേ? കല്യാണി പറഞ്ഞു, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബൈജുവിനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ബൈജുവിന്റെ കെട്ട് നടത്തണം. അതിന് പെണ്ണൊക്കെ ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബൈജു പോയി കണ്ടാലും മതി. ബൈജുവിനെ അറിയാവുന്ന പെണ്ണാന്നേ, ആ കാര്യത്തിൽ ബൈജുവിന് ഒരു ടെൻഷനും വേണ്ട. എനിക്കറിയാവുന്ന പെണ്ണോ? അതെ, ബൈജുവിനെ അറിയാം. കിരൺ പറഞ്ഞു, കണ്ടില്ലേ, കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തിന് മുഖത്തൊരു തുടുപ്പ്. ബൈജുവിന്റെ മനസ്സിൽ ആ സമയം സ്റ്റെഫി ആയിരുന്നു. താൻ മീനാക്ഷിയുടെ വീട്ടിലേക്ക് അല്ലെന്ന് വാക്ക് കൊടുത്തിരിക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്യും? ദൈവമേ, പെട്ടുപോയോന്നൊരു ചിന്ത വന്നു. എന്താ ബൈജു, നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. കല്യാണി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. ബൈജുവിന് അറിയാവുന്ന പെണ്ണെന്ന് പറഞ്ഞാലേ അറിയാവുന്ന പെണ്ണേനെയാ, പക്ഷെ രണ്ടാം ഘട്ടാന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാം ഘട്ടോ? അത് രണ്ടാം ഘട്ടാ. അപ്പോഴേക്കും ദീപ വന്നിട്ട് പറഞ്ഞു, അത് വേറെ ആരുമല്ല, നിഷയാന്ന് പറയണ. നിഷയോ? ബൈജു ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ, നിഷേനെ അറിയത്തില്ലേ? നിഷേനെ അറിയാവുന്ന കാര്യമല്ലേ? അല്ല, അത് പിന്നെ കല്യാണി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് എന്ത് കാര്യം പറയാനുള്ളേ? അത് പിന്നെ നിഷയുമായിട്ടുള്ള ബന്ധം നടക്കില്ല. നിഷയുമായിട്ടുള്ള ബന്ധം നടക്കില്ലെന്ന് അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ എന്റെ മനസ്സിലൊരു പെണ്ണുണ്ട്. അവളെ ഞാൻ പെണ്ണ് കാണാൻ പോകാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കാണാനായിട്ട്? അതെ, കിരണോടും കല്യാണിന്റെ അത് പറയാനാണെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അവളുടെ പേര് മീനാക്ഷി എന്നാ. മീനു എന്ന് വിളിക്കും. അതൊക്കെ എപ്പോ ഒപ്പിച്ചു? അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, കുറച്ച് ദിവസങ്ങളായുള്ളൂ അവളെ കണ്ടുമുട്ടിയിട്ട്. അവൾക്ക് എന്നെ ഇഷ്ടമാ, എനിക്ക് അവളെ ഇഷ്ടമാ. ഞാൻ പറഞ്ഞില്ലേ അന്ന് എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചെന്ന്, ആ പെൺകുട്ടിയാ. ഓഹോ, അപ്പൊ അതാണല്ലേ. അപ്പൊ അന്നു മുതൽ ചരടുവേലി തുടങ്ങിയായിരുന്നില്ലേ? അങ്ങനെ വരട്ടെ. എന്നിട്ട് എന്താ ഇതിനായിട്ട് ഞങ്ങളോടൊന്നും പറയാതിരുന്നേ? അത് പിന്നെ സമയമാവും പറയാന്ന് കരുതി. അപ്പൊ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പെണ്ണ് കാണാൻ വരുമെന്ന്. ആഹാ, അല്ല, ഇത് വല്ല കുഴപ്പക്കേസൊന്നും അല്ലോ അല്ലേ? കിരണ് അങ്ങനെ ഒരു സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നത്തെ കാലമല്ലേ, പറയാൻ പറ്റില്ല, വല്ലവരും ചതിക്കാൻ വരുന്നതാണെന്ന് അറിയത്തില്ലോ. അപ്പോഴേക്കും അവൻ പറഞ്ഞേ, അങ്ങനെയൊന്നും അല്ല, ഇതങ്ങനെയൊന്നുള്ള കേസുകളൊന്നും അല്ല, നല്ല പെൺകുട്ടിയാ, നിങ്ങൾക്ക് കണ്ടാലും ഇഷ്ടപ്പെടും. അത് കേട്ടതും കല്യാണി പറഞ്ഞു, അങ്ങനെയാണെ പിന്നെ കുഴപ്പമില്ല, ബൈജുവിന്റെ ഇഷ്ടമാണ്, അങ്ങനെ തന്നെ നടക്കട്ടെ. ഞങ്ങളൊന്നും പറയുന്നില്ല, ഇനിയിപ്പം നിന്റെ ഇഷ്ടം അങ്ങനെയാണെ അങ്ങനെ നടക്കട്ടെ എന്ന് കിരണും കല്യാണിയും പറഞ്ഞു. ഇനിയിപ്പം വെച്ചോണ്ടിരിക്കേണ്ട, അങ്ങനെ പെണ്ണ് കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണ് കാണാൻ പോവാം. അപ്പോഴേക്കും കിരൺ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ കല്യാണി, നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയാലോ? ആ സമയത്ത് ബൈജു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം മീനാക്ഷിയോട് ഇന്ന് തന്നെ വരുന്നുണ്ടെന്ന്. അങ്ങനെ അവരാ കാര്യം തീരുമാനിക്കുകയാണ്. പെണ്ണ് കാണാനായിട്ട് കിരണും കല്യാണിയും അവരെല്ലാവരും കൂടെ പോകാന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനുമാണ് കല്യാണിക്ക് അത്യാവശ്യമായിട്ട് കമ്പനിയിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് കിരണോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും കിരണേട്ടാ, ഒരു കാര്യം ചെയ്യാം, നീ പോയിക്കോ, പിന്നെയാണല്ലോ നിനക്ക് കാണാമല്ലോ, ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. ഞാനും ബൈജു പിന്നെ കൂടെ നിന്റെ അച്ഛനെയും കൂടെ വിളിക്കാം, അച്ഛനും കൂടെ വരട്ടെ എന്ന് പറയാം. അത് ശരിയാ, അല്ലെങ്കിലും അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതാ, അച്ഛന് സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അങ്ങനെ അവരാ തീരുമാനത്തിൽ എത്തുവാണ്. അങ്ങനെ പ്രകാശനെ കൂട്ടിക്കൊണ്ട് സ്റ്റെഫിയെ കാണാൻ പോയിട്ട് അവരൊരുങ്ങുവാണ്. പക്ഷെ അറിയത്തില്ലല്ലോ വരാൻ പോകുന്ന വലിയ ദുരന്തം എന്താന്ന്. കാരണം അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം കിരണിനെ കൊല്ലാനായിട്ടാ. അങ്ങനെ കിരൺ ചെന്ന് കഴിയുമ്പോൾ കിരൺ ജീവനോട് തിരികെ പോരില്ല. കിരണിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെയൊക്കെ ആ സമയത്ത് സ്റ്റെഫി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ ആ ചതിക്കുഴിയിലേക്ക് പോയി വീഴുവാണ് ബൈജുവും കിരണൊക്കെ. പക്ഷെ ദുരന്ത അവസാനം വന്ന് പിടികൂടുന്ന പ്രകാശനെയാണ്. കാരണം പ്രകാശനാണ് ആ ദുരന്തത്തിലേക്ക് കിരണിനെ കൊല്ലാനായിട്ട് വരുമ്പോൾ പ്രകാശനാണ് അതിനിരയാവുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അതൊക്കെ നാളെ ആയിരിക്കില്ല, ചിലപ്പോൾ മറ്റന്നാളായിരിക്കും കേട്ടോ കാണിക്കുന്നത്. എന്താണെങ്കിലും ഇനിയിപ്പം അവളുടെ ചതികളും കാര്യങ്ങളും ഒക്കെ ഒടുവിൽ തിരിച്ചറിയാൻ പോവാ ബൈജു. ഇത്ര ദിവസം തന്നോട് സ്നേഹം കാണിച്ച് അത് വെറും അഭിനയം മാത്രമായിരുന്നു. കിരണിനും കല്യാണിനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയായിരുന്നു അവരുടെ മനസ്സിലെന്നൊക്കെ തിരിച്ചറിയാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.